ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലെ ചില കാഴ്ചകളാണ് ഇന്ന് എൻ്റെ വീഡിയോയിലുള്ളത്. ബന്ദിപ്പൂരിനെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമാണ്. എങ്കിലും കുറച്ചു കാര്യങ്ങൾ പറയാം. കർണാടകയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലെ ചാമരാജനഗർ ജില്ലയിലാണ് ബന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ഒക്ടോബർ മാസം മുതൽ ഫെബ്രുവരി വരെയാണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. തവണത്തെ സഫാരിയില് കടുവ, പുള്ളിപ്പുലി, കാട്ടുനായ, ആനകള്, കരടി, മാനുകള് തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കിട്ടി. ആദ്യ സഫാരിയിലെ ആദ്യത്തെ കാഴ്ച തന്നെ ഈ കൊമ്പനാനയാണ്. എന്തൊരു ഭംഗിയാണ് അവനെ കാണാൻ. യാതൊരു കൂസലും ഇല്ലാണ്ട് റോഡ് സൈഡില് പുല്ലുകള് പറിച്ചു തിന്നുകയാണ് മൂപ്പര്. നമ്മുടെ ആദ്യം ഈ സഫാരിക്ക് ടിക്കറ്റ് കൊടുത്തിരുന്ന കൗണ്ടറിന് സമീപമാണ് മൂപ്പര് നിന്ന് യാതൊരു കൂസലുമില്ലാതെ നമുക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച് പുല്ലൊക്കെ പറിച്ചു തന്ന് നിൽക്കുന്നത്. ഈ പ്രാവശ്യത്തെ വീഡിയോയില് ടൈഗറിന്റെ ചിത്രങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ടൈഗറിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളത് മൊബൈൽ ഫോണിലാണ്. ഇതാണെങ്കിൽ ക്യാമറയിലും. ഇത് രണ്ടും കൂടി യോജിച്ചു പോവില്ല. അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയില് നമ്മള് ടൈഗറിന്റെ വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ്. ഈ പ്രാവശ്യം ഞങ്ങള് ബന്ദിപ്പൂര് പോയപ്പോ സഫാരിക്കിടയിലായാലും അതെ, നമ്മൾ പോണ വഴിക്കായാലും ശരി, തിരിച്ചു വരുമ്പോഴായാലും ശരി, എത്ര ആനയായിരുന്നു എന്നറിയോ. ആനയും ആനയുടെ കൂട്ടങ്ങളും പിന്നെ കുട്ടിയായിട്ടുള്ള കൂട്ടങ്ങളും ഒക്കെ ഞങ്ങള് നിറച്ച് കണ്ടു. നമ്മള് ഈ ബന്ദിപ്പൂര് പോകുമ്പോഴേ ഈ റോഡിൽ നിറച്ച് ഇങ്ങനെ ഓരോ ഹമ്പുകൾ വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഈ ആന ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നത്. ഞങ്ങളും ഇതേപോലെ തന്നെ പോകുമ്പോ ഒരു ആനയും കുട്ടിയും കൂടിയിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടാ. ഞങ്ങളുടെ കാറിൽ തന്നെ ഇരുന്ന് എടുത്തതാണ്. ഇത് സഫാരിക്കടയിൽ എടുത്തിട്ടുള്ളതൊന്നല്ല കേട്ടോ. ബന്ദിപ്പൂർക്കുള്ള യാത്രക്കിടയില് വഴിയില് നിൽക്കണാണ്ടാണ് ഈ പുള്ളിമാനുകള്. നമ്മുടെ എല്ലാ കാട്ടുപ്രദേശത്തുണ്ടെങ്കിലും ഇങ്ങനെ ഈ പച്ചപ്പില് കണ്ട കാരണം എടുത്താണ്. നമ്മുടെ വണ്ടിയിലിരുന്ന് തന്നെ എടുത്ത ഒരു വീഡിയോ ആണിത്. വൈൽഡ് ഡോഗ്, കാട്ടുനായ എന്ന മലയാളത്തില് പേര്. സാധാരണയായിട്ട് ഇവരെ കൂട്ടമായിട്ടാണ് കാണുന്നത്. ഇതെന്താണാവോ, മൂപ്പര് ഒറ്റയ്ക്കാണ് കിടക്കണത്. കൂട്ടം തെറ്റി വന്ന് കിടക്കണ പോലെയുണ്ട്. ഇന്ത്യൻ സ്പോട്ട് ബിൽഡ് ഡക്ക്, പുള്ളിച്ചുണ്ടൻ താറാവ് എന്നാണ് മലയാളം പേര്. നമ്മുടെ നാട്ടില് ഒക്കെ ഇതിനെ വളരെ സുലഭമായി കാണുന്നതാണ്. കൂട്ടമായിട്ടാണ് സാധാരണ കാണുന്നത്. പക്ഷെ ഇവിടെ ഇവനും ഒറ്റയ്ക്കാണ്.